വ്യൂവേഴ്സ്, അപ്പോൾ ഇന്ന് നമുക്കൊരു കല്യാണത്തിന് പോയാലോ? ഞാൻ ആരുടെ കല്യാണത്തിന് പോകുന്നതെന്നല്ലേ, എന്നെ PGക്ക് പഠിപ്പിച്ച സാറിന്റെ കല്യാണത്തിനാണ് കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 12 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. അതുകൊണ്ട് തന്നെ നല്ല വെയിലായിരുന്നു. പക്ഷേ ഈ ഒരു ഭാഗത്ത് എത്തിയപ്പം എന്തൊരു സുഖമാണെന്നറിയോ, മരങ്ങളുള്ളതിന്റെ വില നമ്മൾ അപ്പോഴാണ് മനസ്സിലാക്കുന്നത് ഗൈസ്. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ഭാഗത്ത് കൂടെ പോകുമ്പോൾ എനിക്ക് പ്രത്യേക ഒരു സന്തോഷമുണ്ട്. അത് നിങ്ങൾക്ക് എന്റെ മുഖത്ത് കാണാൻ പറ്റുന്നുണ്ടോ? കാരണം എന്റെ കോളേജിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ ഒരു ഓഡിറ്റോറിയം വരുന്നത്. എന്നും ഞാൻ രാവിലെ കോളേജിൽ അങ്ങോട്ടും പിന്നെ തിരിച്ച് വൈകുന്നേരം ഇങ്ങോട്ട് പോയിക്കൊണ്ടിരുന്ന വഴിയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. കരിപ്പൂർ എയർപോർട്ടാണ് നിങ്ങളിപ്പോൾ വീഡിയോയിൽ കാണുന്നത്. അവിടെ എന്തൊക്കെയോ പണി നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളിപ്പോൾ കാണാൻ പോകുന്നതാണ് എന്റെ കോളേജ്. അപ്പോൾ എനിക്ക് എന്റെ കോളേജ് കുറേ കാലത്തിന് ശേഷം കണ്ടപ്പോൾ ഭയങ്കര ഒരു സന്തോഷം തോന്നി. അതുകൊണ്ട് തന്നെ വളരെ സന്തോഷം നിറഞ്ഞൊരു ഡേ കൂടിയായിരുന്നു ഇന്ന്. അങ്ങനെ നമ്മൾ ഫൈനൽ എയർപോർട്ട് ഗാർഡനിൽ എത്തിയിട്ടുണ്ട്. എയർപോർട്ട് ഗാർഡൻ കൺവെൻഷൻ സെന്ററിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ പ്രോഗ്രാം ഉണ്ടായിരുന്നത്. കോളേജിന് ഈ ഒരു ഭാഗത്തേക്ക് അധികം വരാത്തതുകൊണ്ട് ഈ ഒരു ഏരിയ ഞാൻ ഇപ്പോഴാണ് കേട്ടോ കൂടുതൽ ശ്രദ്ധിച്ചത്. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു ഓഡിറ്റോറിയം. അപ്പോൾ നമ്മൾ ഓഡിറ്റോറിയത്തിൽ എത്തി വെൽക്കം ഡ്രിങ്ക് ഒക്കെ കുടിച്ച് നേരെ ഓഡിറ്റോറിയത്തിനുള്ളിലോട്ട് കയറുക. ഞാൻ നേരെ തന്നെ സാറിനെ പോയി കണ്ട് സംസാരിച്ചു കേട്ടോ. പക്ഷേ അതെനിക്ക് വീഡിയോ എടുക്കാൻ കുറച്ച് മടി ഉണ്ടായിരുന്നു. കാരണം ഞാൻ മാത്രമേ എത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ, വേറെ ഫ്രണ്ട്സ് ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് മടിയുള്ളതുകൊണ്ട് ഞാൻ അത് വീഡിയോസ് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ എടുക്കാമെന്ന് വിചാരിച്ചു. ഓഡിറ്റോറിയത്തിന്റെ ലെഫ്റ്റ് സൈഡിലോട്ട് പോയപ്പോൾ നല്ലൊരു അടിപൊളി വ്യൂ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നിരിക്കുകയാണ്. ഇവിടുന്ന് ഞാൻ എന്റെ വേറെ 2 സാർമാരെയും കണ്ട് അവരോടൊക്കെ സംസാരിച്ചു. ഭയങ്കര സന്തോഷം തോന്നി കുറെ കാലത്തിന് ശേഷം എല്ലാവരും കണ്ടപ്പോൾ. അങ്ങനെ എന്റെ ഫ്രണ്ട്സ് ഒക്കെ എത്തി സാറിനെ സ്റ്റേജിൽ കയറി കണ്ടു. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ കല്യാണ ചെക്കൻ. ഇങ്ങനെ ഗൈസ് ഫൈനലി സാറിനും പെണ്ണ് കിട്ടി. പിന്നെ എന്റെ വന്നിട്ടുള്ള ഫ്രണ്ട്സ് ഒക്കെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയിട്ട് അവർ തിരിച്ചു വരുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്തു, അവരോട് സംസാരിച്ച് അങ്ങനെ നമ്മൾ തിരിച്ചു പോരുകയാണ്. നല്ല വെയിലായതുകൊണ്ട് തന്നെ ഒരു കരിമ്പ് ജ്യൂസിന്റെ ഷോപ്പ് കണ്ടപ്പോൾ നമ്മൾ അവിടെ നിർത്തി കരിമ്പ് ജ്യൂസ് ഒക്കെ വാങ്ങി കുടിച്ചു. പക്ഷെ പെട്ടെന്നായിരുന്നു ക്ലൈമറ്റ് ചേഞ്ച്. സഹിക്കാൻ പറ്റാത്ത വെയിലെന്ന് മാറിയിട്ട് മഴ ഒന്നായിട്ട് എന്താ പറയുക ഇങ്ങനെ ഇപ്പം പെയ്യുന്നുള്ള രീതിക്ക് കാർമേഘം കൊണ്ട് മൂടിയിരിക്കുകയായിരുന്നു. പക്ഷേ ഈ ഒരു വ്യൂ എന്ന് പറയുന്നത് ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. എന്ത് ഭംഗിയല്ല കാണാൻ വേണ്ടിയിട്ട്. ഞാൻ ഇങ്ങനെ ആലോചിക്കായിരുന്നു, അങ്ങോട്ട് പോകുമ്പോഴാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വെയിലത്ത് കരിഞ്ഞുണങ്ങി ഒരുമാതിരി ആവത്തില്ലായിരുന്നു എന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ബൈ.